ഹലോ, വെൽക്കം ടു സയൻസ് കിച്ചനെറ്റ്. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് തനി നാടൻ വിഭവമായ പാൽക്കപ്പയാണ്. കപ്പ കൊണ്ട് രുചികരമായ വളരെയധികം വിഭവങ്ങൾ തന്നെയുണ്ട്. കപ്പ വെറുതെ പുഴുങ്ങി ഒരു കാന്താരിമുളക് ചമ്മന്തിയുമായി കഴിച്ചാൽ തന്നെ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സ്വാദാണ്. പാൽക്കപ്പയെക്കുറിച്ച് പറയുകയാണെങ്കിൽ തേങ്ങാപ്പാലിൽ കപ്പ വേവിച്ച് വറ്റിച്ചെടുക്കുന്ന ഒരു വിഭവമാണ്. ഇത് നമുക്ക് വെറുതെയും കഴിക്കാം, അതുപോലെ തന്നെ മീൻകറിയുടെയും ചിക്കൻ കറിയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അസാധ്യ രുചിയുള്ള വിഭവം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ തന്നെ പാൽക്കപ്പ തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ 700 ഗ്രാം കപ്പ കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി കുറച്ചധികം വെള്ളത്തിൽ ഉപ്പ് ചേർത്ത് ഈ കപ്പ പകുതി വേവാകുന്നത് വരെ വേവിച്ചെടുക്കാം. അപ്പോൾ കപ്പ പകുതി വെന്ത് വന്നിട്ടുണ്ട്. ഇനി വെള്ളം ഊറ്റിക്കളഞ്ഞ് കപ്പ ഒരു ബൗളിലേക്ക് മാറ്റാം. അതിനുശേഷം ചൂടായ പാനിലേക്ക് തേങ്ങയുടെ 2 പാലും കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് പാലാണ് ചേർത്ത് കൊടുത്തത്. അതിനുശേഷം പകുതി വേവിച്ചു വെച്ചിരിക്കുന്ന കപ്പ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമായ 2 പച്ചമുളകും ചേർത്ത് യോജിപ്പിച്ചതിന് ശേഷം മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇത് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക, അതേപോലെ ഇതൊന്ന് നന്നായി ഉടച്ചും കൊടുക്കുക. അപ്പോൾ കപ്പ തേങ്ങാപ്പാലിൽ കിടന്ന് നന്നായി വെന്ത് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയം ഇതിലേക്ക് 1/4 കപ്പ് 1/4 പാല് ചേർത്ത് നന്നായി ഒന്ന് യോജിപ്പിച്ച് ഗ്യാസ് ഓഫ് ചെയ്യും. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉള്ളി താളിച്ചെടുക്കാം. ചൂടായ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് ചെറുതായി ഒന്ന് മൂപ്പിച്ച് അതിലേക്ക് കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത് യോജിപ്പിച്ച് ഒരു 6 ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് താളിച്ച് കപ്പയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പാൽക്കപ്പ തയ്യാറായിട്ടുണ്ട്. അസാധ്യ രുചി തന്നെയാണ്. ഇതിൻ്റെ കൂടെ മീൻകറിയോ ചിക്കൻ കറിയോ ഉണ്ടെങ്കിൽ പിന്നെ പറയുകയോ വേണ്ട. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.